പിടിക്കണവളെ. മിണ്ടിപ്പോരുത്, മിണ്ടരുത്. കൊല ചെയ്തിട്ട് ജയിലിൽ ചാടി വന്ന കുറ്റവാളികളെ ഞങ്ങൾ കൊന്നുകളെ നിന്നെ. പുറത്ത് പോലീസ് ഞങ്ങളെ തെരഞ്ഞുകൊണ്ടിരിക്കുക. ഒരൊറ്റ മണിക്കൂർ മാത്രം. അതിനിടയിൽ നീ ബഹളം വെച്ചിട്ടുണ്ടല്ലോ, കൊന്നുകളെ നിന്നെ. എന്റെ ഹസ്ബൻഡ് പുറത്തു പോയിരിക്കുക. എപ്പോ വേണമെങ്കിലും തിരിച്ചു വരും. എടീ, വന്നത് പോലീസ് ആണെങ്കിലും അല്ലെങ്കിലും ശരി, ഞങ്ങളിവിടെ ഉള്ള കാര്യം ആരോടെങ്കിലും പറഞ്ഞാണ്ടല്ലോ. ചെല്ലേ. ആ പടാ. മുകളിലേക്ക് പോവാം. ചെല. കപ്പോട് അതിലൊളിക്കാം. എടുക്കണോ, എടുത്ത് മാറ്റണോ വേഗം. Please help me. ഇങ്ങോട്ട് നോക്ക്. ഞാനാ പോളച്ചനാ മോളെ. രാഹുൽ വീട്ടിലില്ല. അതറിഞ്ഞോണ്ടാ വന്നത്. അമ്മോ, എന്തിനാ എന്നെ തള്ളി മാറ്റിട്ട് ഇങ്ങോട്ട് വന്നത്? ഇത്രയും നേരം കോളിംഗ് ബെൽ അടിച്ചിട്ട് എന്താ ഡോറ് തുറക്കാഞ്ഞ വിദ്യേ? അതെ, നിന്റെ അലർച്ച കേട്ടപ്പോ ഓടി വന്നതാണ് ഞാൻ. നീയാണെങ്കി വീട്ടിൽ ഒറ്റയ്ക്ക് ആണല്ലോ, അതുകൊണ്ടാ ഓടി വന്നത് ഞാൻ. നിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയ പെണ്ണെ. സമയത്തോ കോൾ ചെയ്ത പോരായിരുന്നോ? ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു സെക്കൻഡ് സമയം തരുമോ വിദ്യ? അത് നിന്റെ കെട്ടിയോനല്ലേ? ഞാൻ ഈ കെട്ടിടത്തിന്റെ അപ്പുറത്തും, അതുകൊണ്ടാ കെട്ടിയോനെ പോലെ രക്ഷിക്കാൻ വന്നത്. പൊളച്ച, ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ട് നിലവിളിച്ചതാ. നിങ്ങൾ പോവാൻ നോക്കാം. സ്വപ്നത്തിലെ നിലവിളിച്ച പോലെ അല്ല, പേടിച്ച് നിലവിളിച്ച പോലെയാ തോന്നിയേ. വിദ്യേ, മനസ്സ് ശരിയല്ലെങ്കിലുണ്ടല്ലോ വീടൊരു മരണ വീട് പോലെ തോന്നും. എനിക്ക് ഭയങ്കര തലവേദന. നിങ്ങൾ പ്ലീസ് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? പ്ലീസ്. തലവേദനയോ? ബെഡ്റൂം മോളിലാണല്ലോ. ജെൻഡു ബാം തേച്ച് ഞാനൊരു മസാജ് ചെയ്യാം. തലവേദന പമ്പ കിടക്കും. ജെൻഡു ബാം എവിടെയുള്ളത്? കേൾക്കുന്നില്ലേ? പൊളച്ച, അവിടെ നിക്ക്. രാഹുൽ ഇവിടെ ഇല്ല. മര്യാദ പുറത്തു പോകാൻ നോക്കാം. ചെല്ല്. എന്തിനാ വിദ്യ ടെൻഷൻ അടിക്കുന്നേ? എനിക്കൊരു ടെൻഷനും ഇല്ല. നിങ്ങൾ ആദ്യം ഇവിടെ എഴുന്നേക്ക്. ഈച്ച വീട്ടിലുണ്ടെങ്കിൽ അത് ഇല്ലീഗൽ ആണല്ലോ. അതായത് അവിഹിതം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നേ? ഇവിടുന്ന് പോയേ. ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു നിമിഷം സമയം തരും വിദ്യ. ടിവിയിൽ നീ ന്യൂസ് കണ്ടായിരുന്നോ? 3 പേര് ചേർന്ന് മേഘന എന്നൊരു പെണ്ണിനെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊന്നത്. അവര് 3 പേരും ജയിൽ ചാടി രക്ഷപ്പെട്ടത്രേ. നീയും ഒരുപാടങ്ങ് രക്ഷപ്പെടുന്നുണ്ടല്ലോ. ആ ചെകുത്താന്മാരെ ഇങ്ങോട്ടെങ്ങാനും. കൊച്ചു കള്ളി, നിന്റെ ഇഷ്ടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവന്മാർ റൗഡി ഗാങ്ങിനെ പോലെ റേപ്പിംഗ് ഗാങ് ആണത്രേ. നിന്നെ പോലെ തനിച്ചിരിക്കുന്ന പെണ്ണുങ്ങളാണ് അവന്മാരുടെ ടാർഗറ്റ്. അമ്മോ, എന്താ ശബ്ദം? അദ്ദേഹം വന്നു തോന്നുന്നു. വരൂ, നമുക്ക് പോയി നോക്കാം.
ആദ്യം ഇങ്ങോട്ട് വാ. വേണ്ട വേണ്ട, ഞാൻ ഈ കബോർഡിൽ വിളിച്ചോളാം. വാ, നമുക്ക് എൻ്റെ അമ്മേ. നോക്കാം. വന്നേ. പേടിയാവുന്നല്ലോ. തള്ളല്ലേ, ഞാൻ വീഴും. പുറത്തു പോയെന്നല്ലേ പറഞ്ഞേ? അത് ഞാൻ കള്ളം പറഞ്ഞതാ. എന്റെ ഭർത്താവിനെ ഞാനാ കൊന്നത്. നീയാണോ കൊന്നത്? യെസ്, ഞാൻ തന്നെയാ കൊന്നത്. நான் தான் கொன்னேன்.